മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചെറുപുഴ പോലീസ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ജനപ്രതിനിധികൾ, അതിർത്തി പ്രദേശത്തെ ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മതപുരോഹിതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചെറുപുഴ പഞ്ചായത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പോലീസ് യോഗം വിളിച്ചു ചേർത്തത്. നിലവിൽ വന്യജീവികളുടെ ആക്രമണം വനമേഖലയോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ രൂക്ഷമാണ്. ഇങ്ങനെ വന്യജീവികളുടെ ആക്രമണം നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പെട്ടെന്ന് ഇടപെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ കർണാടക ഫോറസ്റ്റ് ബോർഡർ ചെയ്യുന്ന ചെറുപുഴയിലെ ചുണ്ട തൊട്ടിട്ട് ജോസ്ഗിരി വരെയുള്ള സ്ഥലങ്ങളിലെ വാർഡ് മെമ്പർമാരെയും അവിടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെയും കൂടി ചേർത്താണ് ഇന്നത്തെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ആന പോലുള്ള വന്യമൃഗജീവികൾ നാട്ടിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനോട് പ്രതികരിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയില്ലാതെ എങ്ങനെ നഷ്ടപ്പെടുത്താതെ എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാമെന്നും പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. എൻ്റെ മീറ്റിംഗ് തീരുമാനമായത് ഇത്തരം പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇതിനു വേണ്ടിയുള്ള പരിശീലനം കൊടുക്കാനും ആനകളിലോ മറ്റ് വന്യജീവികളിലോ പ്രസൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനടി അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനുള്ള നടപടി തീർക്കാനും അതിനുവേണ്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. വീണ്ടും ഇത്തരത്തിലുള്ള മീറ്റിംഗുകൾ വിളിക്കുന്നതായിരിക്കും. പോലീസിന് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ മീറ്റിംഗിൽ നടത്തിയ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനമുണ്ടായത്. പോലീസാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായാൽ ആദ്യം സ്ഥലത്തെത്തുന്ന ആൾ പോലീസായിരിക്കും. അപ്പോൾ പോലീസിനെ നാട്ടുകാരുമായി ഇടപെട്ടിട്ട് ഈ പ്രശ്നം വളരെ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ എളുപ്പത്തിൽ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബന്ധപ്പെട്ട ആളുകളെ കൂടി മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ, കെ ജോയ്, ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ, സിബി എം തോമസ്, രജിത സജി തുടങ്ങിയവർ പങ്കെടുത്തു.